ഹലോ ഗായ്സ്. അപ്പോൾ ഇന്ന് നമ്മളൊരു സ്കിൻ കെയർ ആണ് കേട്ടോ ചെയ്യാൻ പോകുന്നത്. കുറേ നാളായില്ലേ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഒരു ഫേസ് വാഷ് ഇട്ട് വാഷ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സ്ക്രബ് യൂസ് ചെയ്യുക. എൻ്റെ ആക്ച്വലി 2 സ്ക്രബാണ് ഇരിക്കുന്നത്. ഒന്ന് നമ്മുടെ ലാക്മീൻ്റെ ഡീറ്റാൻ സ്ക്രബും പിന്നെ ഒന്ന് ജോവിസിൻ്റെ ആൽമണ്ട് ആൻഡ് ആപ്രിക്കോട്ടിൻ്റെ ഒരു സ്ക്രബുമാണ്. അതിനകത്ത് ഞാൻ യൂസ് ചെയ്യുന്നത് ലാക്മീൻ്റെ സ്ക്രബാണ് യൂസ് ചെയ്യുന്നത്. അതൊരു 2 to 3 മിനിറ്റ്സ് നന്നായിട്ട് മസാജ് ചെയ്യുക. ഒരു സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ആക്ച്വലി നമ്മൾ കുറേ നാളായി വീഡിയോസൊക്കെ ഇട്ടിട്ട്. അപ്പോൾ ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ലാസ്റ്റ് ഷോർട്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് ഇത്രയും നാളും യൂട്യൂബിൽ വീഡിയോസൊന്നും ഇടാതിരുന്നതെന്ന്. ആൻഡ് എന്തുകൊണ്ടാണ് ഇപ്പോൾ വീഡിയോസ് ഇടാൻ റീസ്റ്റാർട്ട് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു ഷോർട്സ് നമ്മൾ വരും ദിവസങ്ങളിൽ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. ആൻഡ് ദെൻ ഞാനൊരു പീൽ ഓഫ് മാസ്കാണ് ഇട്ട് കൊടുക്കുന്നത്. ഹണി ആൻഡ് ആപ്രിക്കോട്ടിൻ്റെ ജോവിസിൻ്റെ തന്നെയാണ്. അതിനുശേഷം നന്നായിട്ട് അത് ഉണങ്ങിയതിന് ശേഷം മാത്രം വലിച്ചിളക്കുക. ഇല്ലെങ്കിൽ എന്നെപ്പോലെ അവിടെ ഇവിടെയും എന്തെങ്കിലുമൊക്കെ വലിച്ചിളക്കേണ്ടി വരും. എനിക്ക് എപ്പോഴും ഉള്ളതാണ് ഗൈസ്, ഈ പീൽ ഓഫ് മാസ്ക് ഇടുന്ന സമയത്ത് മര്യാദയ്ക്ക് ഇത് ഊരാൻ ഒരിക്കലും പറ്റിയിട്ടില്ല. പിന്നെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഊരിയത് എടുക്കും. അതിനുശേഷം നമ്മൾ എപ്പോഴും പഴയ പോലെ ചെയ്യുന്ന കണക്ക് തന്നെ നമ്മുടെ ആലോവേറ ജെല്ലും നമ്മുടെ ലിപ് ബാമും. ആലോവേറ ജെല്ല് ഞാൻ യൂഷ്വലി നന്നായിട്ട് സ്കിന്നിലിട്ട് നന്നായിട്ട് അബ്സോർബ് ആവുന്നവരെ ഒന്ന് മസാജ് ചെയ്യും. അതിനുശേഷം ഞാൻ ഈ ഇടയ്ക്ക് മേടിച്ചതാണ് ഡീകൺസ്ട്രക്റ്റിൻ്റെ ബ്രൈറ്റനിങ് ലിപ് ബാം. എനിക്ക് തോന്നുന്നു ഇത് ഓൾമോസ്റ്റ് എല്ലാവരും യൂസ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിതിൻ്റെ ഞാനിതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊന്നും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഓൾമോസ്റ്റ് എല്ലാവരും ഇത് മേടിച്ച് യൂസ് ചെയ്തിട്ടുള്ളതായിരിക്കും. അതിൻ്റെ ആയിട്ടുള്ള ചേഞ്ചസ് എനിക്കും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ ഗായ്സ്. ബൈ.